അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്ന് വൈകിട്ട് ആരംഭിച്ച കാസർഗോഡ് ജില്ലാതല ഖുർആൻ പാരായണ മത്സരത്തിൻ്റെ അവസാന ചടങ്ങിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്നും വിവിധ ദിക്കുകളിൽ നിന്നെത്തിയ മത്സരാർത്ഥികൾ വളരെ മനോഹരമായ സ്വരമാധുര്യത്തോടു കൂടി ഇമ്പമാർന്ന തൻ്റെ ശബ്ദങ്ങൾ കൊണ്ട് അല്ലൂരിൻ്റെ ഈ വേദി അലങ്കരിച്ചപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ 2 കാറ്റഗറികളിൽ നിന്നും 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കിയ മത്സരാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ക്യാഷ് അവാർഡും ഇൻഷാ അല്ലാഹ് നാളെ വൈകിട്ട് നടക്കുന്ന 15ാം വാർഷികവും 4ാം സനദ് ദാന സമ്മേളനത്തിൽ വെച്ച് കേരളത്തിലെ പ്രമുഖ പണ്ഡിതന്മാരിൽ നിന്നും ഏറ്റുവാങ്ങാവുന്നതാണ്. ഫൈനൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 100 കണക്കിന് മത്സരാർത്ഥികളിൽ നിന്നും 15 പേര് വീതം ഫൈനൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികൾ വളരെ നല്ല സ്വരത്തോടു കൂടി ഇവിടെ ഓതിയെങ്കിലും വിധികർത്താക്കൾ എല്ലാ നിലയിലും എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് വിധികൾ രേഖപ്പെടുത്തി അതിൽ 1, 2, 3 സ്ഥാനം നേടുക എന്നുള്ളത് സ്വാഭാവികമാണ്. ബാക്കിയുള്ള മത്സരാർത്ഥികൾ അവർക്കുള്ള പ്രോത്സാഹന സമ്മാനവും സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള മൊമൻറ്റോ അതുപോലെ സർട്ടിഫിക്കറ്റും ഇവിടെ നൽകുന്നതായിരിക്കും. അള്ളാഹു ഇനിയും വഴികൾ അവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കട്ടെ എന്ന് ഹൃദയംഗമായി ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നിമിഷങ്ങൾക്കകം നിങ്ങളുടെ മുമ്പാകെ റിസൾട്ട് അവതരിക്കുന്നതായിരിക്കും. അതിന് മുന്നോടിയായിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ മഹത്തായ മത്സരത്തിൽ വേദിയിലേക്ക് വിധികർത്താക്കളായി എത്തിയ ബഹുമാനപ്പെട്ട തൻസീഹ് മൗലവി നജ്മി ഖാരി, അതോടൊപ്പം ഖാരി അബ്ദുള്ള മൗലവി മനാരി, അവരിൽ ഒരാളെ വേദിയിലേക്ക് വിശുദ്ധമായ ഖുർആനിൻ്റെ സ്വരമാധുര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്ന സിറാജുദ്ദീൻ ഖാസിമിയുടെ സ്ഥാപനമാകുന്ന ഹമീദയിൽ കേരള സംസ്ഥാന തല ഖുർആൻ പാരായണ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കോഴിക്കോട് വടകര ജാമിയ മൻഫുൽ അൻവാറിലെ ഖിറാഅത്ത് ശുഅബയുടെ ഉസ്താദും കൂടിയായ ഉസ്താദ് ഖാരി അബ്ദുള്ള അൽ മനാരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واسأل القرية التي كنا فيها والعير التي أقبلنا فيها وإنا لصادقون. قال بل سولت لكم أنفسكم أمرا فصبر جميل عسى الله أن يأتيني بهم جميعا إنه هو العليم الحكيم. وتولى عنهم وقال يا أسفا على يوسف يا أسفا على يوسف وابيضت عيناه من الحزن فهو كظيم.
قالوا تالله تفتأ تذكر يوسف حتى تكون حرضا أو تكون من الهالكين قال إنما أشكو بثي وحزني إلى الله قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون صدق الله العظيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ പരിപാടിയുടെ ഫലപ്രഖ്യാപനം നടക്കാൻ പോവുകയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട ഉസ്താദ് തൻസീഫ് ഉസ്താദ് വേദിയിലേക്ക് കടന്നിരിക്കുന്നു. സമ്മാനം നൽകുന്നതിന് വേണ്ടി ഇന്നത്തെ നമ്മുടെ വിധികർത്താക്കളായ ഉസ്താദ് ഖാരി അബ്ദുള്ള മനാരിയെ ക്ഷണിക്കുന്നു. പേര് വിളിക്കുന്ന മത്സരാർത്ഥികൾ സദസ്സിലേക്ക് കടന്നു വരേണ്ടതാണ്. കോഡ് നമ്പർ S3 അയ്യൂബ്. കോഡ് നമ്പർ S3 അയ്യൂബ്. അടുത്തതായി കോഡ് നമ്പർ S4. കോഡ് നമ്പർ S4 അബ്ദുൽ മുഹൈമിൻ. അബ്ദുൽ മുഹൈമിൻ. കോഡ് നമ്പർ S4 അബ്ദുൽ മുഹൈമിൻ. അടുത്തതായി കോഡ് നമ്പർ S5 ഇസ്ഹാഖ്. ഹഫൽ ഇസ്ഹാഖ്. ഇതിൽ അവസാനം 3 മത്സരാർത്ഥികളായിരിക്കും ശേഷിക്കുന്നത്. ആ 3 മത്സരാർത്ഥികളിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും കരസ്ഥമാക്കിയ വിജേതാക്കളായിരിക്കും. അടുത്തതായി സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഖാരി തൻസീഫ് മൗലവിയെ ക്ഷണിക്കുന്നു. കോഡ് നമ്പർ S7 ഹഫൽ ഉസ്മാൻ മൗലവി. കോഡ് നമ്പർ S7. അടുത്തതായി കോഡ് നമ്പർ S10 ഹഫൽ മുഹമ്മദ് മൗലവി. S10. അടുത്തതായി കോഡ് നമ്പർ S12 അജ്മൽ. ഹാഫൽ അജ്മൽ S10. അടുത്തതായി കോഡ് നമ്പർ S13 മുദ്ദസ്സിർ. ഹാഫൽ മുദ്ദസ്സിർ. 3 വിദ്യാർത്ഥികളാണ് ശേഷിച്ചിരിക്കുന്നത്. 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർ ഈ 3 മത്സരാർത്ഥികളിൽ ആരായിരിക്കും ഫസ്റ്റും സെക്കൻഡും തേർഡും എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നാളെ വൈകിട്ട് സന്നദ്ധദാന സമ്മേളനത്തിൽ അറിയിക്കുന്നതായിരിക്കും. അവർക്കുള്ള സമ്മാനവും അവിടെ വെച്ച് നൽകുന്നതായിരിക്കും. 3 വിദ്യാർത്ഥികളിൽ 1 അൽ ഹാഫിൾ സഹൽ, 2 അൽ ഹാഫിൾ മുഹമ്മദ് മുസ്തഫ, 3 അൽ ഹാഫിൾ സവാദ്. 3 വിദ്യാർത്ഥികളാണ് ഇന്നത്തെ സീനിയർ വിഭാഗത്തിൽ നിന്നും 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് നാളെ വൈകിട്ട് നടക്കുന്ന സമാപന സദസ്സോട് കൂടി അറിയുന്നതായിരിക്കും. ജൂനിയർ വിഭാഗത്തിന്റെ ഫലപ്രഖ്യാപനം നടക്കുന്നു.
സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സ്ഥാപനത്തിലെ ഉസ്താദ് ഇഅ്സാസുല്ലാ മൗലവിയെ ക്ഷണിക്കുന്നു. കോഡ് നമ്പർ J2 മുഹമ്മദ് BK. കോഡ് നമ്പർ J2 മുഹമ്മദ് BK. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അടുത്തതായി കോഡ് നമ്പർ J4 സൗബാൻ. കോഡ് നമ്പർ J4 സൗബാൻ. അടുത്തതായി കോഡ് നമ്പർ J5 ജമീൽ മഹ്സൂൻ. കോഡ് നമ്പർ J5 ജമീൽ മഹ്സൂൻ. അടുത്തതായി കോഡ് നമ്പർ J6 മുഹമ്മദ് അനസ്. ഹാഫൽ മുഹമ്മദ് അനസ് വിദ്യാർത്ഥികളില്ല. അടുത്തതായി കോഡ് നമ്പർ J7 അൽ ഹാഫിസ് അബ്ദുള്ള. J7 ഹാഫിസ് അബ്ദുള്ള. അടുത്ത സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഫ്തി ഉവൈസ് മൗലവി ക്ഷണിക്കുന്നു. കോഡ് നമ്പർ J8 സാലിഹ് ബഷീർ. കോഡ് നമ്പർ J8 സാലിഹ് ബഷീർ. കോഡ് നമ്പർ J10 അസാൻ. കോഡ് നമ്പർ J10 അസാൻ. അടുത്തതായി കോഡ് നമ്പർ J11 അബ്ദുള്ള സബാഹ്. കോഡ് നമ്പർ J11 അബ്ദുള്ള സബാഹ്. അടുത്തതായി കോഡ് നമ്പർ J12 അൽ ഹാഫിൽ അമ്മാർ. അൽ ഹാഫിൽ അമ്മാർ. അടുത്തതായി സമ്മാനം നൽകുന്നതിന് വേണ്ടി ഖാരി സൽമാൻ മൗലവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. കോഡ് നമ്പർ J13 അൽ ഹാഫിൽ റിൻഷാദ്. J13 അൽ ഹാഫിൽ റിൻഷാദ്. അടുത്തതായി കോഡ് നമ്പർ J14 ഉവൈസ്. അടുത്തതായി കോഡ് നമ്പർ J15 മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ. ജൂനിയർ കാറ്റഗറിയിൽ നിന്നും 3 മത്സരാർത്ഥികളാണ് വിജയിച്ചിരിക്കുന്നത്. അതിൻ്റെയും റിസൾട്ട് ഇൻഷാ അല്ലാഹ് നാളെ വൈകിട്ടായിരിക്കും അറിയിക്കുന്നത്. ഒന്ന് കോഡ് നമ്പർ J3 മുഹമ്മദ് ഉനൈസ്. 2 കോഡ് നമ്പർ J1 ഉമർ മുഖ്താർ. 3 കോഡ് നമ്പർ J9 അഹ്മദ് അബ്ഷർ. 3 വിദ്യാർത്ഥികൾ 3 മത്സരാർത്ഥികളാണ് വിജയികളായിരിക്കുന്നത്. അവർക്കുമുള്ള ക്യാഷ് അവാർഡും സമ്മാനദാനങ്ങളും ഇൻഷാ അല്ലാഹ് നാളെ നടക്കുന്ന സമാപന സദസ്സിൽ നൽകുന്നതായിരിക്കും. ഈ 2 കാറ്റഗറിയിൽ നിന്നും ജേതാക്കളെ നാളെ നടക്കാൻ പോകുന്ന സന്നദ്ധദാന സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നു. കൂട്ടത്തിൽ അവരുടെ രക്ഷിതാക്കളെയും വീട്ടുകാരെയും കുടുംബക്കാരെയും ഈ മഹനീയമായ നമ്മുടെ വാദി നൂറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ മത്സരത്തിൽ പങ്കെടുത്ത കാസർഗോഡ് ജില്ലയിലെ ഇതര പ്രദേശങ്ങളിൽ നിന്നുമെത്തിയ ബഹുമാന്യരായ ഖുർആനിൻ്റെ വക്താക്കൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ മത്സരത്തിലും വിജയികളുണ്ട്. ആ വിജയികളിൽ മറ്റൊരു വശമാണ്
വിജയം കൈവരിക്കാൻ സാധിക്കാത്തത്. പക്ഷേ അതിനുള്ളൊരു അവസരം പിന്നീടും ലഭിക്കുമെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു അതിനുള്ള മാർഗം തുറന്നു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊരു വേദി ഇതുപോലെ തന്നെ അള്ളാഹു നമുക്ക് സംഘടിപ്പിക്കാനും അതിൽ പങ്കെടുത്ത് വിജയം കൈവരിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ഈ മഹത്തായ വേദിയിലേക്ക് എത്തിയിരിക്കുന്ന മുഴുവൻ മത്സരാർത്ഥികളും, പ്രത്യേകിച്ച് വടകരയിൽ നിന്നും കോഴിക്കോട് നിന്നും എത്തിയ ബഹുമാന്യരായ വിധികർത്താക്കൾ ഖാരി അബ്ദുള്ള മൗലവിയും ഖാരി തൻസീഫ് മൗലവി നജ്മിയെയും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് വൈകിപ്പോയതിൽ മുഴുവൻ ആളുകളോടും മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സനദ് ദാന സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ സമയത്ത് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.